ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ കൊണ്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു വേറെ രീതിക്കുള്ള ഒരു റോസ്റ്റാണ്. കുറേ റോസ്റ്റൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമാണ് നമ്മളിതിലിപ്പോൾ ചേർത്തേക്കുന്നത്. ഇനി ഇത് നമുക്കിതൊന്ന് നല്ലോണം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് മുളകൊക്കെ എല്ലാത്തിലേക്കും പിടിക്കേണ്ട രൂപത്തിൽ മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മസാല ഉണ്ടാക്കണം. അതിന് നമ്മൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ നമുക്ക് പെരുംജീരകവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം 2 പച്ചമുളക് അരിഞ്ഞത്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത്, അതൊന്ന് നല്ലോണം വാട്ടി കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വേവണം. അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റായി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുത്തുമുളക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ച മസാലല്ലേ, വറുത്ത് പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ 3 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ
ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഈ മസാലക്കൂട്ടും ഒക്കെ. ഇനി ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ രീതിക്കൊന്ന് ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് കുറച്ച് സ്പൈസിയും കൂടിയാണ്, നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു 20 മിനിറ്റാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ എടുത്തത്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.